ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറയാം, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാ ഫേസ് പാക്കും റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്ന റിസൾട്ട് എന്ന് കരുതി ആർക്കും റിസൾട്ട് കിട്ടില്ല എന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കയ്യിൽ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ എന്തുകൊണ്ടാണ് ഇടുന്നത്, മുഖത്തിടാത്തത് എന്നുള്ള ചോദ്യം ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാ വീഡിയോസും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഇത് ആസിഡ് ഒന്നും അല്ലല്ലോ നിങ്ങൾ മുഖത്തിടാൻ വേണ്ടിയിട്ട് പേടിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല പേടി ഉണ്ടെങ്കിലും നിങ്ങളും കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും അലർജിയുള്ള സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ചിലർ കാണാം വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫേക്ക് ഉടായ്പ് എന്നുള്ളതിൽ കമൻറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മളൊരു വീഡിയോ ഇടുന്നേരം അത് വെറുതെ ഇത് ഉടായ്പാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കുക എന്നുള്ളതും റിസൾട്ട് എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഈ തൈര് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ടെല്ലാം ഇല്ലാണ്ടാക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ടീസ്പൂണോളം അലോവേര ജെല്ല്, 1 ടീസ്പൂണോളം തേന് നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് തേന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സാധനമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തൈര് നമ്മൾ ഈ അലോവേര ജെല്ലിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഇങ്ങനെ എന്താ പറയുക, ശരിക്കൊന്നും മിക്സായി കിട്ടില്ല. അതുകൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ഇതായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗോതമ്പിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് നന്നായി മിക്സായി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പൗഡറിൻ്റെ കൂടെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒരു മിക്സിങ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ലൊരു ഫേസ് പാക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി ഇത് കുറച്ച് ലൂസായിട്ടുള്ളത് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കടലപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയോ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖം നന്നായി കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ബോഡി ഫുള്ള് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കുളിക്കുന്നതിൻ്റെ മുന്നേ ബോഡി ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിയാൽ നമ്മുടെ കഴുത്തിൻ്റെ അടുത്തുള്ള കറുത്ത പാടുകൾ, കരുവാളിപ്പ്, കക്ഷത്തിലുള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇത് നിങ്ങൾക്ക് ഡെയിലി ഫേസ് പാക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്ത എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കൈ കളയുക. നല്ലോണം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ആ സമയത്ത് നമ്മൾ അപ്പോൾ വെള്ളം ഇങ്ങനെ സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകി കളയാണ്ട് നല്ല മസാജ് കൊടുത്തിട്ട് തന്നെ നമ്മളിത് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നതും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുന്നതും കാണാം. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സൂട്ടാവണമെന്നില്ല. ചിലർക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് കിട്ടില്ല എന്നും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫേസിലിടാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റേത് എന്ന് പറയുന്നത് ഒരു ഷെയ്ഡല്ലോ നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.